ഹലോ, എല്ലാവർക്കും നീതു മധുസ് വേളോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീട്ടിൽ രാവിലെ തന്നെ നമ്മൾ മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ പോവുകയാണ്. കുറച്ച് ചവറൊക്കെ ഉണ്ടാവും ഫ്രണ്ട് ഏരിയയിൽ, പക്ഷേ എപ്പോഴും നീറ്റായിട്ട് കിടക്കണം എന്ന് എനിക്ക് നിർബന്ധമാണ് കേട്ടോ. കാരണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇങ്ങനെ ഗ്രാസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ മാങ്ങ വീഴുന്നുണ്ട്, എന്തോ കൊത്തിയിട്ട മാങ്ങയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു കാക്ക എന്തോ കൊത്തിയിട്ടതാണ്. അപ്പോൾ മാങ്ങ ഏകദേശം തീർന്നു, എല്ലാവർക്കൊക്കെ കൊടുത്ത് തീർന്നു കേട്ടോ. നല്ല രസമാണ് ഇത് കറി വെച്ച് കഴിഞ്ഞാൽ, പുളിശ്ശേരി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് വൃത്തിയാക്കുക, അവിടെ പ്ലാന്റ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ശനിയാഴ്ച സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം ഗ്രാസൊക്കെ ഞാനൊന്ന് വെച്ച് പിടിപ്പിച്ചു കേട്ടോ. നല്ല ടൈം എടുത്തു. സൺഡേ ഈവനിങ് ഉച്ചക്ക് തുടങ്ങിയിട്ട് ഈവനിങ് ആണ് കേട്ടോ, വൈകിട്ടാണ് കഴിഞ്ഞത്. അപ്പോൾ ഞാൻ ഹസ്ബൻഡും കൂടിയാണ് ചെയ്തത്. അപ്പോൾ നല്ല വൃത്തിയിലൊന്നും ആയിട്ടില്ല. എങ്ങനെയാവും ഇത്? അങ്ങനെ ആദ്യമായിട്ടാണ് നമ്മൾ പേൾ ഗ്രാസ് ഇങ്ങനെ വെച്ച് പിടിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താവുമെന്നൊന്നും അറിയില്ല, കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ അതുപോലെ തന്നെ മതിലിൽ പടരുന്ന ആ ഒരു ചെടിയും നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഗ്രാസൊക്കെ ഇവിടെ നല്ല കംപ്ലീറ്റ് നല്ല ഭംഗിയിൽ നിൽക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും ഈ ഒരു ഏരിയ കാണാൻ തന്നെ. അപ്പോൾ ഇവിടെ കുറച്ച് പ്ലാന്റ്സ് സെറ്റ് ചെയ്യണം. അപ്പോൾ എനിക്കിവിടെ ഒരു പ്രത്യേകിച്ച് എന്താ പറയുക, ഇന്ന ടൈപ്പിൽ തന്നെ ഇരിക്കണം എന്നൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇന്നിപ്പോൾ സെറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല അടുത്ത മാസം. എനിക്കിങ്ങനെ ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ പാക്കിങ്ങും ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് കോംബോ ഓഫറൊക്കെ ഓർഡർ ചെയ്തവർക്ക് കൊടുക്കാനുണ്ടായിരുന്നു. റോസും അതുപോലെ മണിമുല്ല അങ്ങനെയുള്ള കുറച്ച് പ്ലാന്റ്സൊക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മളൊരു ഓഫർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഓർഡർ കിട്ടി, അതൊക്കെ നമുക്കിന്ന് പാക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതും അതിനൊപ്പം തന്നെ ചെയ്യണം. അപ്പോൾ ഞാൻ ഒത്തിരി ഓർഡറൊന്നും എടുത്തില്ല കേട്ടോ. ശനിയാഴ്ച എനിക്ക് കുറച്ച് മടിയായി. സെയിൽ വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചു, പക്ഷേ സൗണ്ട് കൊടുത്തില്ലായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് മടി വന്നു. എനിക്കിതുവരെ വരാത്തൊരു സംഭവമാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മൂത്ത മോൻ കണ്ണൂരാണ് ഇപ്പോൾ വെക്കേഷനായിട്ട്. അപ്പോൾ അവനില്ലാത്തതുകൊണ്ട് എനിക്കെന്തോ ഒരു മനസ്സിനൊരു സുഖമില്ല. അപ്പോൾ ഞാനതുകൊണ്ട് സെയിൽ വീഡിയോ ഒന്നും ഇട്ടില്ല. കുറച്ച് റെസ്റ്റ് എടുക്കാമല്ലോ കുറച്ച് നേരം. അപ്പോൾ ഇങ്ങനെ പ്ലാൻസിൻ്റെ ഒപ്പം ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ എല്ലാ സങ്കടങ്ങളും മറക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും അങ്ങനെ സെയിൽ വീഡിയോ അധികം ഇട്ടില്ല. സ്ട്രെസ്സ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ആവും. എന്താ പറയുക, നമുക്ക് മൈൻഡ് ഫ്രീ ആയിട്ട് നിൽക്കില്ല. അതുകൊണ്ട് കുറച്ച് സെയിൽ വീഡിയോസ് കുറച്ച് ഓർഡേഴ്സ് എടുത്തുള്ളൂ. സെയിൽ വീഡിയോസ് നമ്മൾ ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെ രാവിലത്തേക്ക് ഇടും കേട്ടോ. കുറച്ച് പേര് അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. എനിക്കറിയാം, ഒത്തിരി ട്യൂബേഴ്സ് ഇന്ന് ഉച്ച കഴിയുമ്പോൾ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ സെയിൽ വീഡിയോ എനിക്ക് ഓക്കെ ആയിട്ട് പെട്ടെന്ന് എടുത്തിടാൻ പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ ഇടും. ഇന്ന് തന്നെ ഇട്ടാൽ എനിക്ക് നാളത്തേക്ക് അത് അയച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് വൈകിട്ട് എന്തായാലും പ്രതീക്ഷിക്കാം ഒരു സെയിൽ വീഡിയോ. ഒത്തിരി ലോട്ടസ് ട്യൂബേഴ്സ് ഉണ്ടാവും കേട്ടോ. അതിൽ കുറേ പേര് 4-5 പേരെന്തോ അയക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശനിയാഴ്ച കുറച്ച് പേര് അയക്കാമെന്ന് പറഞ്ഞപ്പോൾ പെൻഡിങ്ങിൽ വെച്ചതാണ് കേട്ടോ അത്. പിന്നെ ഇതാ ഇവിടെ മോൺസ്റ്റർ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തു കേട്ടോ. മോൺസ്റ്റർ പ്ലാന്റ് ഞാൻ 800 റേറ്റ് ചോദിച്ചു കേട്ടോ. ഇതിലും കുറച്ചും കൂടി വലുത് 750 രൂപയാണ് പറഞ്ഞത്. അപ്പോൾ അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇതിന്. അപ്പോൾ അത് എനിക്ക് കിട്ടിയത് 100 സംതിങ് എന്തോ റേറ്റിലാണ് കേട്ടോ. ചെറുതായിരുന്നു കിട്ടിയപ്പോൾ, ഇപ്പോൾ അത് വലുതായി. അപ്പോൾ നമ്മളൊരു ഹോം ഗാർഡനിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ ഞാൻ കുറച്ച് പ്ലാന്റ്സൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് മരത്തടിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചെടിച്ചട്ടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ഒരു ഐഡിയയിൽ. അപ്പോൾ ഇതിനിപ്പോൾ ഹസ്ബൻഡ് വന്ന് കണ്ടു കഴിയുമ്പോൾ എന്താ പറയണതെന്ന് അറിയില്ല. ചിലപ്പോൾ നമ്മൾ മാറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ഗ്രാസ് സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അവിടെ കംപ്ലീറ്റ് ആയിട്ട് പ്ലാന്റ്സ് വെക്കുന്നതായിരുന്നോ നല്ലതെന്ന് എനിക്കറിയില്ല. എനിക്ക് കാണുമ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ ഫ്രണ്ടിലോട്ട് ഇറങ്ങുമ്പോൾ ഒരു ഭംഗിക്ക് ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആൾ ഓഫീസിൽ നിന്ന് വന്ന് കഴിഞ്ഞിട്ട് എന്തായിരിക്കും പറയണതെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ ഒന്നും പറയൊന്നുമില്ല, എൻ്റെ ഇഷ്ടത്തിനാണ് എല്ലാം ഇടാറ്. എന്നാലും ഇപ്പോൾ ഗ്രാസ് വെച്ചതുകൊണ്ട് ഇനി ബുദ്ധിമുട്ടാവുമെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ കുറച്ച് മാറ്റും. എന്നാലും ഞാനൊരു ആമ്പൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഒരു ബഡ് വന്നൊരു ലോട്ടസിൻ്റെ അവിടെ വെച്ചു. കണ്ടോ, നല്ല രസമുണ്ട്. എന്ത് ലോട്ടസാണെന്ന് അറിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു വാസുകിയാണെന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു പ്ലാന്റ് നല്ല രസമാണ്, ഈ ഒരു പ്ലാന്റ് നിൽക്കുന്നത് കാണാൻ. അത് വേറൊരു പോട്ടിലോട്ട് മാറ്റി കേട്ടോ, അങ്ങനെ തന്നെ മാറ്റി വെച്ചു. പിന്നെ ഒരു ഫേണാണ് ആ ഒരു തടിക്കഷ്ണത്തിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഈ ഒരു ടൈപ്പ് പ്ലാന്റും വെച്ചു. പിന്നെ കലേഡിയും നമുക്ക് കുറച്ച് ഒരു മഴ കഴിഞ്ഞ ആഴ്ചയിൽ പെയ്തായിരുന്നല്ലോ. അപ്പോൾ അതിന് ശേഷം കുറേ കലേഡിയും പല ചട്ടികളിൽ മുളച്ചിട്ടുണ്ട്. ഇതൊക്കെ പുതിയ വെറൈറ്റിയാണെന്ന് തോന്നുന്നു, ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല ഇങ്ങനത്തെ വെറൈറ്റീസ് ഒന്നും. അപ്പോൾ കലേഡിയം നമുക്ക് ഒരു തവണ നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു മഴ പെയ്ത് കഴിയുമ്പോൾ ഏതെങ്കിലുമൊക്കെ ചെടിച്ചട്ടിയിൽ മുളച്ച് നിൽക്കോട്ടോ. അതുപോലെ തന്നെ കലേഡിയം ഉള്ള ഏരിയയിൽ നമ്മൾ മഴക്കാലത്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി കലേഡിയങ്ങൾ കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ മഴക്കാലം നല്ലൊരു പ്ലാന്റ് ഹണ്ടിങ് ആണ് കലേഡിയത്തിന് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചു. പിന്നെ ഈ ഒരു ഏരിയയിൽ കുറച്ച് ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. ഇതിൻ്റെ മെക്സിക്കൻ്റെ ലീഫുകളൊക്കെ ഇത്തിരി കരിഞ്ഞു. പലരും ചോദിക്കാറുണ്ട് ഈ മെക്സിക്കന് അധികം വെയിൽ വേണമെന്ന്. എൻ്റെ അഭിപ്രായത്തിൽ മെക്സിക്കന് അധികം വെയിൽ വേണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മെക്സിക്കൻ്റെ പഴകിയ ലീഫുകളൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. കുറച്ചൊക്കെ ഇങ്ങനെ ലീഫുകളൊക്കെ മോശമായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു.
അപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ടിരിക്കുമല്ലോ. അത് ഫ്രണ്ട് ഏരിയയിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് ആയിട്ടിരുന്നില്ലെങ്കിൽ ഇത് വരുമ്പോൾ തന്നെ ആൾക്കാർ കാണുന്ന സ്ഥലമായതുകൊണ്ട് എപ്പോഴും വൃത്തിയാക്കി വെക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തു. വാവയും കൂടുന്നുണ്ട്. ഈ ഒരു ഏരിയയിലൊക്കെ കുറച്ച് ചവറൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒത്തിരി കൊറിയറും തിരക്കൊക്കെ ആയി കഴിഞ്ഞാൽ ഇവരൊന്നും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റാറില്ല. ഫുൾ ടൈം പാക്കിങ് അങ്ങനെയൊക്കെ തന്നെ പോകും. അപ്പോൾ ശനിയാഴ്ച അതുകൊണ്ടാണ് പലരുടെ അടുത്തും ഞാൻ അയക്കണ്ട, കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് പ്ലാൻസിൻ്റെ ഒപ്പം ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് പേരുടെ അടുത്ത് ഇന്നലെ, അതായത് ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയായി, ഇന്നലെ തിങ്കളായിരുന്നു. അപ്പോൾ തിങ്കളാഴ്ചത്തേക്ക് എനിക്ക് ഇന്ന് കിട്ടുമല്ലോ. അപ്പോൾ ഇന്ന് വൈകിട്ട് സെയിൽ വീഡിയോ ഇടാം. അതിനുശേഷം ബുധൻ വ്യാഴം വെള്ളിയായിട്ട് നമുക്ക് കൊടുത്ത് തീർക്കാം. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ശനിയാഴ്ച അയക്കേണ്ടതെന്ന് പറഞ്ഞത്. അതാണ് സെയിൽ വീഡിയോ ഉണ്ടാവാതിരുന്നത് കേട്ടോ. കുറച്ച് ട്യൂബേഴ്സൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത്, അതൊക്കെ സെയിലാക്കി ഞാൻ. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് ഒന്നുമില്ല. മുകളിൽ ട്യൂബേഴ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്, ഇന്ന് വരുന്ന ട്യൂബേഴ്സ് വെക്കാൻ വേണ്ടിയിട്ട് ഇനി സെറ്റ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് ഇടയ്ക്കായിട്ട് ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കൊറിയർ കൊണ്ട് പോവുകയാണ്. അത് കൊടുത്തിട്ട് വന്ന് പിന്നെയാണ് അതിന് ശേഷമാണ് നമ്മുടെ വാട്ടർ പ്ലാന്റ്സൊക്കെ ഒന്ന് വെള്ളമൊക്കെ നിറച്ച് വയ്ക്കാൻ ആയിട്ട് കയറുന്നത് കേട്ടോ. ടെറസിൻ്റെ മുകളിൽ ഇപ്പോൾ നല്ല വെയിലായതുകൊണ്ട് എല്ലാ ദിവസവും 2 നേരവും നമുക്ക് വെള്ളം നിറച്ച് കൊടുക്കേണ്ടി വരാറുണ്ട്. 2 നേരം പറ്റിയില്ലെങ്കിൽ 1 നേരം, അല്ലെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോൾ ഫുൾ വെള്ളം വറ്റിപ്പോയിട്ടുണ്ടാകും. ഇതിൽ പലതും അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലോട്ടസൊക്കെ ആണെങ്കിൽ ഫുൾ ആ പ്ലാന്റ് നശിഞ്ഞ് പോകും കേട്ടോ. ലീഫുകളൊക്കെ മഞ്ഞ കളറാവും. പിന്നെ അതിനെ നമുക്ക് റെഡിയാക്കി എടുക്കാമെന്ന് വെച്ചാൽ വലിയ പാടാണ്. അപ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു ഐഡിയ അറിയാത്തൊരു ലോട്ടസ് സെയിൽ ചെയ്തില്ല. അത് ഇതുപോലെ വെള്ളം വറ്റിപ്പോയിട്ടാണ്. പിന്നെ ഈ കാണുന്ന ലക്ഷ്മിയാണ് നല്ല ഭംഗിയിൽ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഞാൻ വെള്ളം ഇങ്ങനെ നിറച്ച് കൊടുക്കുകയാണ് കേട്ടോ. വെള്ളം ഇങ്ങനെ നിറച്ച് നിന്നില്ലെങ്കിൽ പ്ലാന്റ്സൊക്കെ മോശമായി പോവും. നമ്മുടെ എല്ലാത്തിലും ബഡ്ഡുണ്ട്. ഗ്രീൻ ആപ്പിള്, ലക്ഷ്മി, ബുച്ച എല്ലാത്തിലും ഉണ്ട്. അത് ഞാനിപ്പോൾ പറഞ്ഞത് ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് എടുത്തു എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഫ്രണ്ട് ഏരിയയിൽ അത്യാവശ്യം ഇപ്പോൾ സ്പേസ് ഉണ്ട് നമുക്ക് താഴെ. അവിടെ ഒരു 4-5 ലോട്ടസ് വലിയ ഈ ഒരു സൈസുള്ള ഡബിളായിട്ട് നമുക്ക് നട്ട് വയ്ക്കാം. അപ്പോൾ പല കളറാകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് ഒന്നും ചെയ്തിട്ടില്ല. പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ പോയി. വൈകിട്ട് ഞങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. പാടത്തോട്ട് അങ്ങനെ കൊണ്ടുപോകാറില്ല ഇയാളെ. പിന്നെ വീട്ടിൽ അപ്പോൾ ഞാനൊന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഇവരുടെ ഒപ്പം എനിക്കും ഒന്ന് കളിക്കാനൊക്കെ സമയം കിട്ടാറ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാം കേട്ടോ. അപ്പോൾ ഇതിലേ പാടത്ത് പോകുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് പോകും നമ്മുടെ താമര. അത്രയും ഭംഗിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ കറന്നെയാണ് കേട്ടോ കാണുന്നത്. നല്ല ഉയരത്തിലാണ് കേട്ടോ പൂക്കൾ വരുന്നത്. എന്നേക്കാളും ഹൈറ്റിലാണ് ബഡ് വന്ന് നിൽക്കുന്നതും പൂക്കൾ വിരിയുന്നതൊക്കെ. അപ്പോൾ അവിടെ ദൂരെ നിന്ന് അച്ഛൻ ചൂണ്ടിടുന്നുണ്ട് കേട്ടോ. അച്ഛന് സൺഡേ ഈവനിങ് ആയപ്പോൾ അച്ഛൻ എത്തി കേട്ടോ. അച്ഛൻ എൻ്റെ ചേച്ചിയുടെ അടുത്തായിരുന്നു. എനിക്ക് ചേച്ചിയാണുള്ളത്. അപ്പോൾ അച്ഛൻ അവിടെയായിരുന്നു വെക്കേഷനായിട്ട്, വിഷുവായിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ അച്ഛൻ വന്ന് ചൂണ്ടയ്ക്ക് വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ദിവസത്തെ കരയ്ക്കുള്ളതൊക്കെ അങ്ങനെ നടക്കും കേട്ടോ. അപ്പോൾ പാടത്ത് ആൾക്കാർ നടക്കാനും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറച്ചൊക്കെ കിട്ടി നമുക്ക്. ചെറിയ കരിമീ പള്ളത്തിയൊക്കെയാണ്, എന്നാലും ഒരു കുഞ്ഞു കറിക്കൊക്കെ ഉള്ളതൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്ന് വൈകിട്ടത്തെ നമ്മുടെ സ്പെഷ്യൽ കേട്ടോ. നല്ല ഭംഗിയാണ് നമ്മുടെ പാടമൊക്കെ കാണാനായിട്ട്. അവർ 2 ആൾക്കാർ അവരെന്ത് ഇലക്ട്രോണിക് ബോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും കുറച്ച് നേരം ഞാനിങ്ങനെ നോക്കി നിന്നു. ഇതിൽ വണ്ടിയൊക്കെ പോകും കേട്ടോ. പിന്നെ ഒരുപാട് പക്ഷികളൊക്കെ ഇങ്ങനെ കൂട്ടത്തോട് പറന്ന് പോകും. നല്ല കാഴ്ച. ഒരു പെട്ടെന്ന് ഡിസൈൻ മാറ്റി പോകും കേട്ടോ. അതൊക്കെ ഇങ്ങനെ കണ്ട് നോക്കി നിന്ന് നമ്മുടെ ഈവനിങ് അങ്ങനെ പോയിട്ട്, അപ്പോൾ ഒരു ദിവസം അങ്ങനെ നമ്മുടെ കഴിഞ്ഞു പോയി. അപ്പോൾ ഒത്തിരി സന്തോഷം. അപ്പോൾ ഇന്നത്തെ കഷ്ടപ്പാടിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ വീടിൻ്റെ ഫ്രണ്ട് വശം വൃത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. 2 ദിവസം ഒന്ന് റെസ്റ്റ് കിട്ടിയപ്പോൾ, അതായത് പ്ലാന്റ്സിൻ്റെ ഒപ്പം ഇരിക്കാൻ സമയം കിട്ടിയപ്പോൾ നമ്മൾ നല്ല ഭംഗിയിൽ തന്നെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം, നമുക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ നേടുമ്പോൾ, ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ മുറ്റമൊക്കെ ആകെ ഒന്നുമില്ലായിരുന്നു, ഇവിടേക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല, ചപ്പും ചവറുമായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ ആക്കി മാറ്റിയെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് നമ്മുടെ പ്ലാൻസ് വഴിയാണ്. അപ്പോൾ ഇതിന് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, എൻ്റെ അടുത്ത് നിന്ന് പ്ലാൻസ് വാങ്ങിയതും എന്നെ വാക്കുകൾ കൊണ്ട് സപ്പോർട്ട് ചെയ്തവരും അങ്ങനെ ഒത്തിരി പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും താങ്ക്സ് പറയുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വൈകിട്ട് സെയിൽ വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കൂ. വെറുതെ ഇരിക്കാതെ ഇതുപോലെ എന്തെങ്കിലും പ്ലാൻസിൻ്റെ ഒപ്പമൊക്കെ നട്ട് പിടിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നേടാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരുന്നോളൂ. ബൈ ഫ്രണ്ട്സ്.